ഹായ്, ഇത് ശ്രീ ഷറഫുദ്ദീൻ നേരത്തെ പറഞ്ഞ ആർസെറ്റിയുടെയും കനറ ബാങ്കിന്റെയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന സംവിധാനത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഷറഫുക, എന്താണ് ബേസിക്കലി ഈ സംവിധാനത്തിന്റെ പ്രത്യേകത? ഇത് വളരെ നേരത്തെ തന്നെ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ആളുകൾ മറ്റ് കമ്പനികളുടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ കണക്കെഴുത്ത് അല്ലെങ്കിൽ അങ്ങനെ ജോലി എന്നുള്ള രീതിയിൽ ഉള്ള അതിന് പകരം ഉജ്ജലയില് ശ്രീ ഹെഗ്ഡേജി അതിനെ മറിച്ചൊന്ന് മാറി ചിന്തിച്ചു. എന്തുകൊണ്ട് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങിയിട്ട് എന്തുകൊണ്ട് അവർക്ക് സ്വന്തം കണക്കെഴുതിക്കൂട എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് റൂട്ട് സെറ്റ് തുടങ്ങിയത്. അത് കുറച്ച് റൂട്ട് സെറ്റുകളൊക്കെ തുടങ്ങിയപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അത് ശ്രദ്ധിക്കുകയും അത് എന്തുകൊണ്ട് രാജ്യം മുഴുവൻ അത് ആ ഒരു സിസ്റ്റം വ്യാപിപ്പിച്ചുകൂടാ എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ട് രാജ്യത്ത് മുഴുവൻ എല്ലാ ജില്ലകളിലും അതാത് ലീഡ് ബാങ്കുകളുടെ നേതൃത്വത്തിൽ ആർസിറ്റികൾ തുടങ്ങി. അങ്ങനെ 700-ലധികം ആർസിറ്റികൾ ഇന്ത്യയിൽ ഇന്ന് വിജയകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാനായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ഓവറോൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അതാത് ട്രേഡുകൾ പ്ലസ് എങ്ങനെ സംരംഭം തുടങ്ങി വിജയിപ്പിക്കാം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഫിനാൻസ് അറേഞ്ച് ചെയ്യാം, ബാങ്കുകളുടെ സപ്പോർട്ട് എങ്ങനെ എടുക്കാം, പിന്നെ അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആരെ സമീപിക്കണം, അതുപോലെ DIC ആയിട്ടുള്ള അവരുടെ സേവനങ്ങൾ, അങ്ങനെ വിവിധ ഗവൺമെന്റ് ഏജൻസികളുടെ സേവനങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു അവയർനെസ് കൊടുക്കുകയും ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കാൻ ആവശ്യമുള്ള എല്ലാ രീതിയിലും അവരെ എക്വിപ്ഡ് ആക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് ആർസെറ്റിയുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ഷറഫുദ്ദീൻ സാറിന്റെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ നേരിട്ട് കേട്ടതാണ്. ഈ ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടകനായി വന്ന സ്ഥിതിക്ക് സാറിന് എന്താണ് പറയാനുള്ളത് ഇവരോടും ഇത് കാണുന്നവരോടും? ഇവര് 3 പേരിലും ഒരു ഫയർ നമ്മൾ ട്രെയിനിങ് സമയത്ത് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് സക്സസ് ആവും എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവരെ അഡ്രസ് ചെയ്യാൻ വന്നിരുന്ന ചില വളരെ വിജയിച്ചിട്ടുള്ള ചില എന്റർപ്രണേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കും ഇതേ തോന്നൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് സ്വാഭാവികമായിട്ടും പഠിപ്പിച്ചവർക്ക്, പിന്നെ പ്രിയമൻ സാറിന് ഉൾപ്പെടെ എല്ലാവർക്കും ഇവരിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇവരിനി ഈ ബിസിനസ് മേഖലയിൽ വളർന്ന് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും. ഈ ഒരു ബ്രാൻഡ് കേരളത്തിലും പിന്നെ നമ്മുടെ രാജ്യത്തും വിദേശത്തും അറിയപ്പെടാവുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡായിട്ട് മാറുക തന്നെ ചെയ്യും. ഞങ്ങൾക്കൊക്കെ ആ ഒരു വിശ്വാസമുണ്ട്. അവരോടൊപ്പം ഞങ്ങളെല്ലാം കൂടെയുണ്ട്, വിജയിക്കും. ഇവരെ പരിശീലിപ്പിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടോ സാറ്? ഒരുപാട് കഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ തൊഴിലിന്റെ ഭാഗമായതുകൊണ്ട് നമുക്കതൊരു കഷ്ടപ്പാടല്ല. എന്തായാലും ഞാൻ ഈ ആർസെറ്റിയിലെ ഒരു സ്കിൽ ട്രെയിനറാണ്. അപ്പോൾ ഞങ്ങൾ ആർസെറ്റിന്റെ സങ്കല്പം, ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഇവരെ പോലുള്ള ആളുകൾ സാക്ഷാത്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരിട്ട് കാണുകയാണ്. അത് കാണുമ്പോൾ അത് ചാരിതാർത്ഥ്യമുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നാട്ടിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കുറേ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിത് എത്രയും പെട്ടെന്ന് വളരെ ചെയ്ത പറയാ ഒരു സാധനം വെച്ച് ചൂടാറുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്തത് ഒരു ഫസ്റ്റ് ടീമാണ് ഇവർ. അവർക്ക് അതിനോട് എല്ലാവിധ അഭിനന്ദനങ്ങൾ കൊടുക്കും. കാരണം പലരും പഠിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട്, സമയങ്ങൾ എടുക്കാറുണ്ട്. ഇവർ സമയം എടുത്തിട്ടില്ല. അവിടുന്ന് ബാച്ച് ഇറങ്ങിയ പാട് തന്നെ ചെയ്തു. അടുത്ത ബാച്ച് നിലവിൽ നടക്കുമ്പോൾ അവർ പ്രാവർത്തികമാക്കി. അതിന് എല്ലാ അഭിനന്ദനവും കൊടുക്കുകയാണ്. അതുമാതിരി എല്ലാവിധ ആശംസകളും ഇവർക്ക് നേരിടും.
വളരെ അഭിവൃദ്ധിയിൽ വരണമെന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക്. പ്രോഡക്റ്റ് എല്ലാം ഉണ്ടാക്കുന്നത് പൊടിച്ചുണ്ടാക്കി ആക്കുന്നതിനെ കൊണ്ട് നല്ല പരിശുദ്ധമായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ആളുകളെല്ലാം ഇങ്ങനെ വന്ന് നല്ല സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കട്ടെ എന്ന് പറയുന്ന എൻ്റെ ആശീർവാദം. അവളെ പേരെന്താണ്? അദീന ലക്ഷ്മി. അദീന ലക്ഷ്മി. അദീന ലക്ഷ്മി. എത്രയല്ല പഠിക്കുന്നത്? 6ല്. 6ല്. അടിപൊളി. ഇനി ഇവിടുന്നാണ് സാധനം വാങ്ങല്? മായമില്ലാത്ത മസാലപ്പൊടികൾ. ഇവിടുത്തെ ചില അച്ചാറുകളൊക്കെ കഴിച്ചിരുന്നു, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇഷ്ടമാവുന്നതാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇനി ഇവിടുന്നായിരിക്കും. നിങ്ങൾ എത്ര പേരാണ് ഈ കൂട്ടായ്മയിലുള്ളത്? ഞങ്ങൾ തുടക്കത്തിൽ 22 പേരുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 10 പേരാണ്. എഗ്രിമെന്റ് ഡീഡും കാര്യങ്ങളും ഒക്കെ ഇതായിട്ട് ഞങ്ങള് 10 പേരാണ് ഇപ്പം. അതിലിപ്പോ 9 പേര് ഞങ്ങൾ ഉണ്ട്. ഒരാള് തൃശ്ശൂരാണുള്ളത്. ഓക്കെ. നിങ്ങള് ഈ 10 പേരും ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്? അതെ. അല്ല, 10 പേര് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ 3 പേരാ കഴിഞ്ഞത്. നിങ്ങളൊക്കെ ഒരേ പ്രദേശത്തുള്ള ആളുകളാണോ? അല്ലല്ല, ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള മുന്നേ അറിയുന്ന ആളുകളായിരുന്നു? അല്ല, ഞങ്ങള് ബിസിനസിന് വേണ്ടിയിട്ട് ഓൺലൈൻ കൂട്ടായ്മ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കോഴ്സ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് എത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതെ അതെ, ഉണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ മാർക്കറ്റിങ്ങും ബാക്കി ഫിനാൻഷ്യൽ എയ്ഡ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഇവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച്? എനിക്ക് ഞങ്ങള് സ്ഥാപനം ചെറിയ രീതിയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഞങ്ങൾ RCTയിലെ ക്ലാസ്സിന് പോയപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഇത് ബെറ്റർ ആക്കാനുള്ള ഒരു ഇത് കിട്ടി. അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഞങ്ങൾക്ക് കൂടുതൽ അറിവുകൾ കിട്ടി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു ഷോപ്പ് ഇടണമെന്ന് അവിടെ പോയതിൻ്റെ ശേഷമാണ് പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ മാസമായിരുന്നു. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. എന്താണ് ഈ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഒരു പൊടികൾ അല്ലെങ്കിൽ മസാല പിക്കിൾസ് എന്ന് പറയുന്ന സംഭവത്തിലേക്കൊന്നും വരേണ്ട ആളേ അല്ല. ഞാൻ വേറെ തലത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ഭയങ്കര ആകസ്മികമായിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ 9 പേര് എന്റെ ചേച്ചിമാരാണ്. അപ്പൊ എനിക്ക് ഭയങ്കര നല്ല ലൈഫാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാനുള്ളത് ഒരു ജോലി കിട്ടണം എന്നൊരാഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഇവരെ പരിചയപ്പെട്ടതും ഇവിടെ എത്തിയതും. ഇപ്പം ഒരു കൂട്ടായ്മ കൂടിയാണ് ഇതിലേക്ക് വന്നത്. മുന്നോട്ട് പോകണം തോന്നിയതുകൊണ്ട് ഇതില് പേര് പറ, എന്താണ് ഇതിന്റെ എക്സ്പീരിയൻസ്? സംരംഭമാണ്. പല പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പേരെന്താണ്? വിനീത. ഞാനിങ്ങനെ ഓൺലൈനായിട്ട് പരിചയപ്പെട്ട് ഈ കൂട്ടായ്മയിൽ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ്. എന്റെ പേര് ബിസിന. ഞാൻ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇവരെയൊക്കെ പരിചയപ്പെട്ടത്. നല്ല രീതിയിൽ എത്തിച്ചേരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദൈവം അനുഗ്രഹിക്കുന്നു. എന്റെ പേര് ഫാത്തിമ. ഇതുപോലെ തന്നെ ഇവര് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. ഈ നിലവിലുള്ള ഈ മസാലപ്പൊടി സംരംഭങ്ങളൊക്കെ അപേക്ഷിച്ച് നിങ്ങളുടെ പ്രത്യേകതകളായിട്ട് നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? മായമില്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല, ശരീരത്തിന് ഹാനികരമായ രീതിയിൽ ഒന്നും ചേർക്കാതെ നമ്മളെ എന്താ പറയാ മാനവരാശിക്ക് നല്ല രീതിയിൽ പുതുതലമുറയിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മായമില്ല എന്ന് 100% ഉറപ്പുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ. നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് എവിടെയും സാക്ഷ്യപ്പെടുത്തും. വളരെ സന്തോഷം. അടിപൊളി. പ്രിയപ്പെട്ടവരെ, നമ്മളിതിന്റെ വിശേഷങ്ങൾ കണ്ടു. കാനറ ബാങ്കിന്റെ RCTയുടെ വിശേഷങ്ങൾ കണ്ടു. ഇത് കാണുന്ന പലർക്കും ഇവരിൽ ഒരാളാവാൻ ഇനിയും അവസരങ്ങളുണ്ട്. RCT മാത്രയിൽ നിങ്ങൾക്ക് വേണ്ടി അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളെയും അടക്കം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.